Dear students, let us start our math class. Today's topic, two angles. Can we draw a triangle if one side and two angles are specified? Okay, two angles one side തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Listen, you have given one triangle STU with ST equals 5 cm, angle S equals 60 degree, angle T equals 70 degree. Okay. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വരയ്ക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റഫായിട്ടുള്ള ഫിഗർ നിങ്ങൾ നോട്ടിൻ്റെ റൈറ്റ് സൈഡിലൊന്ന് വരച്ചിടാം. എന്നാൽ നിങ്ങൾക്ക് വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആവും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ആയാലും ഇനി വേറെ ഏതെങ്കിലും ഫിഗേഴ്സൊക്കെ വരയ്ക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ റഫ് ഫിഗർ എന്ത് ചെയ്യുക, നോട്ടിൻ്റെ റൈറ്റ് സൈഡിലൊന്ന് വരച്ചിടാം. അപ്പോൾ നമ്മൾ തന്ന് നോക്കാം. ട്രയാങ്കിൾ STU വിത്ത് ST ഈക്വൽസ് 5 cm, ആംഗിൾ S 60 ഡിഗ്രി, ആംഗിൾ T 70 ഡിഗ്രി. അപ്പോൾ ST എന്ന് പറഞ്ഞ സൈഡും തന്നിട്ടുണ്ട്, അതിൻ്റെ രണ്ട് അറ്റത്തുള്ള ആംഗിൾ, അതായത് ആംഗിൾ എസും ആംഗിൾ ടിയും നോക്കാം. അപ്പോൾ ST എന്ന് പറഞ്ഞ സൈഡ് ഇതാണ്. മെഷർ ഈസ് 5 cm. മെഷർ ഓഫ് ST 5 cm. ദെൻ ആംഗിൾ S 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി വരണം, T എന്താവണം, 70 ഡിഗ്രിയും ആവണം. STU ഈ ട്രയാങ്കിളാണ് നമുക്ക് വരക്കേണ്ടത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യാം, ST എന്ന് പറഞ്ഞാൽ 5 cm ലൈന് വരക്കാം. ദെൻ ആംഗിൾ എസും ആംഗിൾ ടിയും അതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. Let us start by drawing line ST of length 5 cm. Okay, now we want to find the position of U. Then draw a line through S of inclination 60 degree and a line through T of inclination 70 degree. അപ്പോൾ 60 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈന് വരച്ചു കൊടുക്കാം, അതേപോലെ 70 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ഒരു ലൈനും വരച്ചു കൊടുക്കാം. അത് രണ്ടും കൂടെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ പോയിൻ്റാണ് ഇത് വരിക U. ഓക്കെ, ദ പോയിന്റ് വേർ ദ മീറ്റ് ഈസ് U. ആ രണ്ട് പോയിന്റ്സ്, അതായത് ഈ രണ്ട് ഇൻക്ലിനേഷനും കൂടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റാണ് എന്തെടുക്കേണ്ടത്, U ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ എന്താവും, STU ട്രയാങ്കിൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഡ്രോ വൺ ലൈൻ ഓഫ് ലെങ്ത് 5 cm. 5 cm. ഏതാണ് ഈ ലൈന്, ST. ഇനി ആംഗിൾ എസ്സിൽ കിടക്കുന്ന ആംഗിൾ എത്രയാണ്, എസ്സിൽ കിടക്കുന്ന ആംഗിൾ 60 ഡിഗ്രീസ്. ഇപ്പം ആംഗിൾ S 60 ഡിഗ്രീസ്. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, ഇനി ആംഗിൾ ടി എത്രയാണ്, 70 ഡിഗ്രി. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വെക്കേണ്ടത്. ഈ ആംഗിൾ T ആണ് നമുക്ക് 70 ഡിഗ്രി കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് പ്രൊട്രാക്ടർ വെച്ച് കൊടുക്കേണ്ടത്. ഇനി പ്രൊട്രാക്ടർ വരുന്നത് ഈ ലൈനിലാണ് അല്ലേ, ഈ ലൈനിലല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് മെഷർ ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഇവിടുന്ന് മെഷർ ചെയ്തതിന് പകരം ഇവിടുന്ന് മെഷർ ചെയ്യുക. നമുക്ക് വേണ്ട ആംഗിൾ 70 ഡിഗ്രി. അപ്പോൾ 70 ഇവിടെ വരും. ഓക്കെ, എന്നിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. Here 70 degrees. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ഈ 60 ഡിഗ്രി ഇൻക്ലിനേഷനും ഈ 70 ഡിഗ്രി ഇൻക്ലിനേഷനും വരുന്ന ഈ രണ്ട് ലൈൻസ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മൾ ഏത്, U. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റിക്വയർഡ് ട്രയാങ്കിൾ STU. ഓക്കെ, അപ്പോൾ സൈഡും തന്നിട്ടുണ്ട്. ഈ സൈഡിൽ S എന്ന ആംഗിളും T എന്ന ആംഗിളുമാണ് തന്നത്. അപ്പോൾ സൈഡിൻ്റെ രണ്ട് അറ്റത്താണ് ഈ ആംഗിൾ കിടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നാൽ നമുക്ക് ഈസി ആയിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ ഏത് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അതിൻ്റെ റഫ് ഫിഗർ ഒന്ന് വരച്ചിടുക. ആ റഫ് ഫിഗർ വരച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് വരക്കേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സാമ്പിൾസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. XY ഈക്വൽസ്
YZ equal 7 centimeters, angle Y 45 degree, angle Z 65 degree. അപ്പോൾ അതിൽ നോക്കാം, അപ്പം ഇവിടെ ST എന്ന് പറഞ്ഞതിന് പകരമാണ് എന്ത് YZ കൊടുത്തിട്ട്. അപ്പോൾ YZൻ്റെ ലെങ്ത് എന്തെടുത്താൽ മതി? 7 സെൻറ്റിമീറ്റർ എടുക്കുക. പിന്നെ ആംഗിൾ Y 45, ആംഗിൾ Z 65. അപ്പോൾ 60യും 70യും മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? 45ഉം 65ഉം കൊടുക്കുക. ട്രയാങ്കിൾ STന് പകരം എന്താവും? ട്രയാങ്കിൾ XYZ കൊടുക്കുക. YZ തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് ഒരു എക്സും കൂടെ കൊടുത്താൽ മതി. അപ്പോൾ XYZ എന്നുള്ള ട്രയാങ്കിൾ നമുക്ക് കിട്ടും. നെക്സ്റ്റ് MN ഈക്വൽ 6.5 സെൻറ്റിമീറ്റേഴ്സ്, ആംഗിൾ M 60 ഡിഗ്രി, ആംഗിൾ N 55 ഡിഗ്രി. അപ്പോൾ അതും അതേപോലെ തന്നെ വരക്കാം. MN വരച്ചു കൊടുക്കുക, 6.5 സ്കെയിലെടുത്ത് വരയ്ക്കുക. അതിൻ്റെ ഒരു സൈഡിൽ 60 ഡിഗ്രിയും നെക്സ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക? 55 ഡിഗ്രിയും മാർക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് AB ഈക്വൽ 7 സെൻറ്റിമീറ്റേഴ്സ്, ആംഗിൾ A ഈക്വൽ 60 ഡിഗ്രി, ആംഗിൾ B ഈക്വൽ 60 ഡിഗ്രി. AB തന്നിട്ടുണ്ട് 7 സെൻറ്റിമീറ്റർ ആണ്. അതിൽ ആംഗിൾ Aയും അറിയാം, ആംഗിൾ Bയും അറിയാം. ഒന്ന് 60 ഡിഗ്രിയാണ്, ആംഗിൾ Bയും എന്ത് തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ്. ഹൗ മച്ച് ഈസ് ആംഗിൾ C? മെഷർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് CA. അപ്പോൾ ആംഗിൾ C എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെഷർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് CA. AB തന്നിട്ടുണ്ട്, ഇനി BCൻ്റെ CAൻ്റെ ലെങ്ത് എത്രയെന്ന് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് രണ്ടും നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ പോലെ ഹോംവർക്ക് ആയിട്ട് വരയ്ക്കാം. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, യു ഹാവ് ഗിവൺ AB 7 സെൻറ്റിമീറ്റർ, AB 7 സെൻറ്റിമീറ്റർ. ദെൻ ആംഗിൾ A 60 ഡിഗ്രി, ആംഗിൾ B ഈസ് ആൾസോ 60 ഡിഗ്രി. അപ്പം ആംഗിൾ Aയും ആംഗിൾ Bയും ബോത്ത് ആർ 60 ഡിഗ്രീസ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് C എന്ന മൂന്നാമത്തെ പോയിന്റ്സ് കൊടുക്കാം. അപ്പോൾ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ആംഗിൾ A 60 ഡിഗ്രി, ആംഗിൾ B 60 ഡിഗ്രി. ദെൻ ഇവിടെ എന്താണ്? ആംഗിൾ C. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഡ്രോ ട്രയാങ്കിൾ ABC വിത്ത് ദീസ് കണ്ടീഷൻസ് ഓർ ദീസ് സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിൾ വരച്ചെടുക്കാം. ഇനി വരച്ചതിന് ശേഷം നിങ്ങളോട് പറയാണ് ഹൗ മച്ച് ഈസ് ആംഗിൾ C? ആംഗിൾ Cൻ്റെ മെഷർ എത്രയായിരിക്കും? നമുക്ക് ഇവിടുന്ന് ആംഗിൾ Cൻ്റെ മെഷർ കണ്ടൂടെ? നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, എന്തായിരുന്നു? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇവിടുന്ന് ആംഗിൾ C എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 180 മൈനസ് ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് അല്ലേ? അതേതാ? ആംഗിൾ Aയും ആംഗിൾ Bയും. ദാറ്റ് ഈസ് 180 മൈനസ് എന്താ കിട്ടുക? 120. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റെപ്പ് കുറച്ചിട്ടുണ്ട്. 60 + 60 120. അപ്പോൾ എന്ത് കിട്ടും? 60 ഡിഗ്രി. ഈ രണ്ട് ആംഗിൾസുകളും 60 ഡിഗ്രി ആണ്. ദെൻ തേർഡ് ആംഗിളും എന്ത് തന്നെയാണ്? 60 ഡിഗ്രി തന്നെയാണ്. കാരണം ഇവിടെ എന്താണ്? ടോട്ടൽ ആംഗിൾസിൻ്റെ സം എന്താണ്? 180. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ തന്നത് ABൻ്റെ ലെങ്ത് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ലൈന് വരച്ചു കൊടുക്കാം. 7 സെൻറ്റിമീറ്റർ. AB 7 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ആംഗിൾ Aയിലും ആംഗിൾ Bയിലും എന്താണ്? 60 ഡിഗ്രി. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി, നെക്സ്റ്റ് ആംഗിൾ B ആൾസോ 60 ഡിഗ്രീസ്. അപ്പോൾ ആംഗിൾ B എവിടെ നിന്ന് മെഷർ ചെയ്യണം? ഇവിടെ നിന്ന് മെഷർ ചെയ്യും. അപ്പോൾ ഇവിടെയാണ് 60 ഡിഗ്രി വരിക. അപ്പോൾ ഈ പോയിന്റ് C കൊടുത്തു. ഈ ആംഗിൾ എന്ത് തന്നെയാണ്? 60 ഡിഗ്രിയാണ്. ദെൻ ആംഗിൾ C എന്തായിരുന്നു? ദിസ് ഈസ് ആൾസോ 60 ഡിഗ്രി. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ്? മെഷർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് CA. BCൻ്റെ CAൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യാൻ. അപ്പം എന്താണ് വരുന്നത് നോക്കാം.
ഇത് നമ്മൾ 7 സെൻറ്റിമീറ്റർ ഓൾറെഡി മാർക്ക് ചെയ്ത ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, അതായത് ഈ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും എന്തുതന്നെയാണ് 7 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ എ സി എന്ത് കിട്ടും 7 സെൻറ്റിമീറ്റർ, അതേപോലെ ബി സി എന്ത് തന്നെ കിട്ടുക 7 സെൻറ്റിമീറ്റർ. അതായത് ഇപ്പോൾ ഈ ആംഗിൾസ് രണ്ടും 60 ഡിഗ്രി ആണ്. എ ബി 7 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്, രണ്ട് ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആംഗിളും എന്തെന്നെ കിട്ടിയത് 60 ഡിഗ്രി. അപ്പോൾ എ ബിൻ്റെ സൈഡ് 7 സെൻറ്റിമീറ്റർ നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ചതായിരുന്നു. നമുക്ക് എ സിയും ബി സിയും എന്തെന്നെ കിട്ടി 7 സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ വരച്ചതായിരുന്നില്ലേ 7 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. കണ്ടോ, 3 നിങ്ങൾ വരച്ചാൽ നിങ്ങൾക്കും കിട്ടും. 3 സൈഡ്സിൻ്റെ ലെങ്ത്തും എന്തുതന്നെയാണ് 7 സെൻറ്റിമീറ്റർ. അപ്പോൾ അതൊന്ന് വരച്ചിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി അതിലെ 4th ക്വസ്റ്റ്യൻ, ഡ്രോ ട്രയാങ്കിൾ പി ക്യു ആർ വിത്ത് പി ക്യു ഈക്വൽസ് 4.5 സെൻറ്റിമീറ്റേഴ്സ്, ആംഗിൾ പി 70 ഡിഗ്രി, ആംഗിൾ ക്യു ഈസ് ആൾസോ 70 ഡിഗ്രി. ഹൗ മച്ച് ഈസ് ആംഗിൾ ആർ? മെഷർ ദ ലെങ്ത് ഓഫ് പി ആർ ആൻഡ് ആർ ക്യു. അപ്പോൾ ട്രയാങ്കിൾ പി ക്യു ആർ വരക്കണം. പി ക്യുവിൻ്റെ ലെങ്ത് 4.5 സെൻറ്റിമീറ്റർ, ആംഗിൾ പി 70 ഡിഗ്രി, ആംഗിൾ ക്യു 70 ഡിഗ്രി. പി ക്യു ആർ, പി ക്യു 4.5 സെൻറ്റിമീറ്റർ, ആംഗിൾ പി 70 ഡിഗ്രി, ആംഗിൾ ക്യു ഈസ് ആൾസോ 70 ഡിഗ്രി. Then as in the last question, let us find out the measure of angle R. What is the measure of angle R? 180 minus here 70 plus 70. So 180 minus here 140. That is 40 degree. ഇപ്പോൾ തേർഡ് ആംഗിൾ എന്ത് കിട്ടി 40 ഡിഗ്രി. അതായത് ആംഗിൾ ആറിൻ്റെ മെഷർ എന്താണ് 40. അപ്പോൾ 70 എന്ത് കിട്ടും മൂന്നാമത്തെ ആംഗിൾ 40 ഡിഗ്രി. 70 + 70 140 + 40 എന്തായി 180. ഫസ്റ്റ് പി ക്യൂവിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് എന്താണ് 4.5 സെൻറ്റിമീറ്റർ. ആ ട്രയാങ്കിൾ ആദ്യം നിങ്ങൾ വരക്കണം. ദെൻ മെഷർ ദ ലെങ്ത് ഓഫ് പി ആർ ആൻഡ് ആർ ക്യൂ. പി ആറിൻ്റെയും ആർ ക്യൂവിൻ്റെയും ലെങ്ത്ത് മെഷർ ചെയ്യാം. ഫസ്റ്റ് പി ക്യൂവിൻ്റെ ലെങ്ത്ത് 4.5 സെൻറ്റിമീറ്റർ, ലെങ്ത് ഓഫ് പി ക്യൂ. .5 സെൻറ്റിമീറ്റർ പി ക്യൂ. ദെൻ ആംഗിൾ പി 70 ഡിഗ്രി. 70. Then angle Q is also 70. അപ്പോൾ അത് ജസ്റ്റ് മീറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് ആ ലൈൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം, എന്നാലേ അത് മീറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഈ രണ്ട് ലൈൻസ്, അതായത് 70 ഡിഗ്രി ഇൻക്ലിനേഷനിൽ വരച്ച ലൈനും ഇവിടെ എന്തെന്നായിരുന്നു 7 ഡിഗ്രി ഇൻക്ലിനേഷൻ അല്ലേ, ഈ രണ്ട് ഇൻക്ലിനേഷനിലും വരച്ച ലൈൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഏത് ആർ എന്ന പോയിന്റ്. ഇനി നിങ്ങളോട് ഈ പി ആറിൻ്റെയും ആർ ക്യൂവിൻ്റെയും ലെങ്ത്താണ് മെഷർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതൊന്ന് മെഷർ ചെയ്യാം. ഇപ്പോൾ ലെങ്ത്തിൻ്റെ പ്രത്യേകത എന്താ നോക്കുക. ഈ ലെങ്ത്തും എന്താണ് ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? ക്യു ആർ എന്ന് പറഞ്ഞ ലെങ്ത്തും അതേപോലെ പി ആർ എന്ന് പറഞ്ഞ ലെങ്ത്തും എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ അത് എത്രയാണ് നിങ്ങൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തിട്ട് അവിടെ എഴുതി വെക്കുക കേട്ടോ. ഈ സൈഡിൽ ജസ്റ്റ് എഴുതി വെക്കാം മെഷർ എത്രയാണ്.
Next, suppose in the last problem above, angle R is to be 70 degree instead of angle Q. ഇനി നോക്കാം ഇവിടെ ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ ആംഗിൾ R 40 ഡിഗ്രി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ പി ക്യു 4.5 ആംഗിൾ പി 70 ഡിഗ്രി, ആംഗിൾ ക്യൂവിന് പകരം ആംഗിൾ R എന്ത് കൊടുക്കുക? 70 ഡിഗ്രി കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തില്ല? ആംഗിൾ ക്യൂ തന്നിട്ടില്ല. അപ്പോൾ അതെങ്ങനെ വരിക? പി ക്യു 4.5 സെൻറ്റിമീറ്റർ, അതിലൊന്നും മാറ്റില്ല. ഇവിടെ ആംഗിൾ R തന്നിട്ടുണ്ട്, എന്താണ്? 70 ഡിഗ്രി. നേരത്തെ ആംഗിൾ ക്യൂവിന് പകരം ഇപ്പം ആംഗിൾ R നിങ്ങളോട് 70 ഡിഗ്രി എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടെത്താം? ആംഗിൾ ക്യൂ കണ്ടെത്തിക്കൂടെ? ആംഗിൾ ക്യൂ എന്താ വരും നോക്ക്. ആംഗിൾ ക്യൂ ഈസ് 180 മൈനസ് ഇവിടെ 70 പ്ലസ് 70. നേരത്തെ അതേ ആംഗിൾ തന്നെയാണ് വരിക. അപ്പോൾ 180 മൈനസ് 140, ദാറ്റ് ഈസ് 40. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ആംഗിൾ ക്യൂ 40 ഡിഗ്രി കിട്ടും. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ വരച്ചു കൊടുക്കാം. പി ക്യു ആർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വരച്ചു കൊടുക്കാം. അതേപോലെ എന്ത് മെഷർ ചെയ്യാം നിങ്ങൾക്ക്? പി ക്യൂവിൻ്റെ ലെങ്ത്ത്, അതേപോലെ ക്യു ആറിൻ്റെ ലെങ്ത്ത്, പി ആറിൻ്റെ ലെങ്ത്ത് ഒക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ഇനി അവിടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം എന്താണ് വരുന്നത്. ഫസ്റ്റ് ഏതാ? പി ക്യു 4.5. This is PQ. ഇനി one angle 70 degree. Angle at P is 70 degree. Here 70. Then angle at Q 40 degree. ആണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്താ വരിക? 70 ഡിഗ്രി. ഇവിടെ നോക്കൂ നിങ്ങൾ, കണ്ടോ ഈ ലൈന് 70 ഡിഗ്രി കൂടെ പോകണുണ്ടില്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്താ വരിക? 70 ഡിഗ്രി. ഇനി പി ക്യൂവിൻ്റെ ലെങ്ത്ത് 4.5 സെൻറ്റിമീറ്റർ. പി ക്യൂവിൻ്റെ ലെങ്ത്ത് 4.5 സെൻറ്റിമീറ്റർ ആണ്. ഈ പോയിന്റ് നമുക്ക് കിട്ടിയത് ഏതാ? 6. അപ്പോൾ ട്രയാങ്കിൾ പി ക്യു ആർ നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ നോക്കാം. കണ്ടോ ഈ ലെങ്ത്ത്, അതായത് ആർ ക്യൂ എന്ന് പറഞ്ഞ ലെങ്ത്തും അതേപോലെ പി ക്യൂ എന്ന് പറഞ്ഞ ലെങ്ത്തും എന്താണ്? സെയിം ആണ്. അപ്പോൾ നേരത്തെ നമുക്ക് 3 ആംഗിൾസ് സെയിം ആയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ 3 സൈഡ്സും എന്താണ്? സെയിം ആയിരുന്നു. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇവിടെ 70 ഡിഗ്രി ആംഗിൾ ക്യൂ 70 ഡിഗ്രി എടുത്തപ്പോൾ ആ മുകളിലേക്ക് വരച്ച പി ആറും ക്യൂ ആറും അല്ലെങ്കിൽ ആർ ക്യൂ എന്ത് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. ഇവിടെ നോക്കുക, ഇവിടെയാണ് ഈ 2 ഈക്വൽ ആംഗിൾസ് കിടക്കുന്നത്, പിയും ആറും അല്ലേ? അപ്പോൾ ഈ 2 സൈഡ്സ് ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത്? ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് 4.5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ലെങ്ത്തും എന്ത് തന്നെയാണ്? 4.5 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾ അതിൽ തന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകത എന്തായിരുന്നു? സൈഡ് തന്നിട്ടുണ്ട്, 2 ആംഗിൾ ഈക്വൽ ആയിരുന്നു, 2 ആംഗിൾ ഈക്വൽ ആയിട്ട് തന്നു. മൂന്നാമത്തെ ആംഗിൾ നമ്മൾ കണ്ടെത്തിയിരുന്നു, അത് എന്തായിരുന്നു? 60 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ആ ട്രയാങ്കിളിലെ 3 സൈഡ്സുകളും അതേ മെഷറിൽ നമുക്ക് കിട്ടി. രണ്ടാമത്തെ കേസിൽ 2 ആംഗിൾസ് ഈക്വൽ ആയിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ മൂന്നാമത്തെ ആംഗിൾ ആ ആംഗിളായിട്ടല്ല കിട്ടുന്നത്, വേറൊരു ആംഗിളാണ്, മറ്റൊരു ആംഗിളായിട്ട് നമുക്ക് കിട്ടിയത്. പക്ഷെ എന്നാലും എന്താണ്? 2 ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആ 2 ടൈപ്പ് ട്രയാങ്കിൾസിലെയും 2 സൈഡ്സുകൾ വീതം എന്തായിരുന്നു? ഈക്വൽ ആയിരുന്നു. ഓക്കെ,
Today's class is over. Thank you.